വാതസംബന്ധമായതും അല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചതവോ ഒടിവോ ഉളുക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വേദനകളും ഈ തണുപ്പ് സമയത്താണ് കൂടുന്നതും അത് രണ്ടാമത് അനുഭവപ്പെടുന്നതും. അപ്പം ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരു എണ്ണ നമുക്കുണ്ടാക്കിയാലോ? അതിനുള്ള രണ്ട് സാധനങ്ങളാണ്, സസ്യങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ നിങ്ങളുടെ പറമ്പിൽ ചങ്കലം പരണ്ടയുണ്ടോ? പറമ്പിൽ ചങ്കലം പരണ്ടയോ കരിന്നച്ചിയോ ഉണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്തൊരു എണ്ണ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. ഇത് ചങ്ങലം പരണ്ട, ഇത് കരിന്നൊച്ചി. ഈ ചങ്ങലം പരണ്ടയും കരിന്നൊച്ചിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രയോജനങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. രണ്ടും വേദന സംഹാരികളാണ്. അതുപോലെ തന്നെ നീർക്കെട്ടും ശമിപ്പിക്കാനും കരിന്നൊച്ചി നല്ല ഒരു ഇതാണ്, നല്ലൊരു സസ്യമാണ്. ചങ്ങലം പരണ്ട അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ഒടിഞ്ഞോ ചതഞ്ഞോ നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റർ ഇടുകയോ എവിടെ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസ്ഥികളെ കൂട്ടി യോജിപ്പിക്കാനും നല്ലപോലെ അസ്ഥികൾക്ക് ബലം കൊടുക്കാനായിട്ട് ചങ്ങലം പരണ്ട സഹായിക്കുന്നു. അത് ബാക്ക് പെയിൻ ഉണ്ടെങ്കിലോ ഒക്കെ ചങ്ങലം പരണ്ടയുടെ എണ്ണ ഉപയോഗപ്രദമാണ്. ഇതിനു വേണ്ടി നമുക്ക് ഇത് എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കി നോക്കാം. മിക്ക വേദനകൾക്കും ഇത് നല്ല ഒരു എണ്ണയാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് കരിന്നൊച്ചി, ചങ്ങലം പരണ്ട, നല്ലെണ്ണ. ഞാനൊരു 500 മില്ലിയുടെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത്, പിന്നെ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത്. ഇതിന് ചങ്ങലം പരണ്ട ചതച്ചെടുത്തതിന് ശേഷം ഈ കരിന്നൊച്ചി ഇലയും നമ്മളെടുത്തിട്ട് ചതയ്ക്കുക. 50 ഗ്രാം കരിന്നൊച്ചി ഇല, 100 ഗ്രാം ചങ്ങലം പരണ്ട, 500 മില്ലി നല്ലെണ്ണ. ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചേർക്കണം. അതെന്തെന്ന് വെച്ചാൽ വെള്ളം കൂടെ ഇതിൽ ചേർക്കണം. ഇത് രണ്ടും എല്ലാം ചതച്ചെടുത്തതിന് ശേഷം ചങ്ങലം പരണ്ടയുടെ നീര് നമുക്ക് ഒരു വെള്ള തുണിയിലോ ഇല്ലെങ്കിൽ അല്ലാതെയോ അരിച്ചെടുക്കുക. അതിൻ്റെ കുറച്ച് നീരെടുക്കണം. അതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളും നമുക്ക് ഈ എണ്ണയിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് അതും പിന്നെ ഈ കരിന്നൊച്ചിയില ചതച്ചതും അതിൻ്റെ അവശിഷ്ടങ്ങളും ചങ്ങലം പരണ്ടയുടെ നീരും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കേണ്ടത്. കരിന്നൊച്ചിയില ചതച്ചതിന് ശേഷം ചങ്ങലം പരണ്ടയുടെ നീര് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ചങ്ങലം പരണ്ടയുടെ നീരും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഈ ചങ്ങലം പരണ്ടയും കരിന്നൊച്ചിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ നീരും മൂന്നും കൂടെ നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. അതനുസരിച്ചിട്ട് ചങ്ങലം പരണ്ടയും കരിന്നൊച്ചി എടുക്കുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് 500 മില്ലിയുടെ നല്ലെണ്ണയ്ക്കാണ് ഞാൻ പറഞ്ഞത്. 100 ഗ്രാം ചങ്ങലം പരണ്ടയും 50 ഗ്രാം കരിന്നൊച്ചി. അപ്പോൾ ഇത് രണ്ടും ഈ എണ്ണയുടെ കൂട്ടത്തിൽ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിനി സ്റ്റൗ കത്തിക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ആ പാത്രം ഒരല്പം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലുള്ള ഈർപ്പമെല്ലാം മാറി
അത് ചൂടാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിശ്രിതം നമുക്ക് ഒഴിക്കാം. കുറച്ച് ഈർപ്പം ഇരുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ചേർത്തിട്ടല്ലേ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു. ഒരുപാട് ചൂടാകരുത്, ചൂടായി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അതിന് മുമ്പ് അത് ഒഴിക്കണം. അതിന് ശേഷം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. എന്നുവെച്ചാൽ അത് അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് നല്ലപോലെ തിളയ്ക്കുന്നവരെ നമുക്ക് ഈ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ കരിയാൻ സാധ്യതയുണ്ട്. അത് എന്തോ ഇതാണെങ്കിലും നമ്മൾ എണ്ണ കഴിച്ചാണെങ്കിലും ഇളക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ കാച്ചി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം അറിയാം. എന്നുവെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോൾഡർ പെയിൻ, ഇടയ്ക്കിടയ്ക്കല്ല, ഈ തണുപ്പ് സമയം വരുമ്പോൾ ഷോൾഡർ പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഷോൾഡർ പെയിനിന് ഞാൻ ഒരുപാട് എണ്ണയും എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. കൈയൊക്കെ ഉയർത്താനും എടുക്കാനും കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. പക്ഷേ ഈ എണ്ണ ഞാൻ ഉണ്ടാക്കി പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഈ മുറിവിനും ഒടിവിനും ചതവിനും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഈയിടയ്ക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു ആശ്വാസം തോന്നി. അത് കണ്ടിന്യൂ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം തേച്ചു എന്ന് വിചാരിച്ചിട്ട് പറയത്തില്ല. അതെന്തോ ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് ആകത്തില്ല. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂ തേച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കുറേശ്ശെ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഒരല്പം തേച്ചാൽ മതി. നമുക്ക് രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. മറ്റേത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും എടുക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഏതൊരു പെയിൻ ആണെങ്കിലും അത് അനുഭവിക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഈ മഴക്കാലങ്ങളിലാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചതവോ ഒടിവോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം പിന്നെയും നമുക്ക് വേദന എടുക്കാൻ തുടങ്ങും. ഈ സമയമാകുമ്പോഴത്തേക്കും, തണുപ്പാകുമ്പോഴത്തേക്കും, ഈ തണുപ്പ് സമയത്ത് മിഥുനം കർക്കിടക മാസത്തിലും മകരമാസത്തിലും ഒക്കെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്, വേദനയുടെ. അപ്പോൾ അതൊരു വേദന സംഹാരി മാത്രമല്ല, ഇത് എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശക്തി കൂട്ടാനും അതിൻ്റെ എല്ലുകൾക്ക് സ്ട്രോങ് ആയി എല്ലുകൾ വളരാനും അത് നല്ല ഇതായിട്ട്, അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ്റ് ആവാനും, ബാക്കിലെ ഡിസ്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനുള്ള വേദനയ്ക്ക് ഉള്ള ഒരു കുറവ് വരാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ എണ്ണ എന്നും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ചല്പം തടവിയിട്ട് കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാം. അതുപോലെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇത് തേക്കാം. കുട്ടികൾക്കാണെങ്കിലും ചെറിയ ഉളുക്കുകളോ ചതവുകളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഈ എണ്ണയിൽ ഒരല്പം തൂത്ത് കൊടുത്താൽ മതി. അവർക്കും അതൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു എണ്ണയാണ്. ഇത് പണ്ടുകാലം തൊട്ടേ വീടുകളിൽ ഇതുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഓരോരുത്തരും ഇപ്പോൾ എളുപ്പമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കിടക്കുമ്പോൾ ഇങ്ങനത്തെ പറമ്പിൽ നിൽക്കുന്ന സസ്യങ്ങളെല്ലാം നമ്മൾ അവഗണിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഇത് വരാതെ ഇപ്പോൾ അതായത് നല്ലപോലെ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കും. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നാൽ ഒരുപാട് നേരം കരിയാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. അടുക്കി പിടിക്കാതെയും കരിയാതെയും നമ്മൾ സൂക്ഷിച്ചാൽ. അതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്, എണ്ണയുടെ കളറ്.
പച്ച കളറായിട്ടുണ്ട്. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ ചങ്ങലമ്പരണ്ടയുടെയും കരിനച്ചൊടിയൊക്കെ ഇത് അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒട്ടിപ്പിടിക്കും. അത് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കും. ഈ പത വരുന്നത് മൊത്തം കഴിയുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പത എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെ നമുക്ക് അതിൻ്റെ പരുവം നോക്കണം. ഇത്ര നമ്മൾ കൊടുത്ത വെള്ളമെല്ലാം വറ്റി എണ്ണ ഇതിൽ തെളിഞ്ഞ് വരും. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം അതിൽ ചേർന്ന് എണ്ണയിൽ ചേർന്ന് പതയെല്ലാം മാറി വരും. ആ സമയമാകുമ്പോൾ വേണം നമുക്ക് നോക്കാനായിട്ട്. ഇപ്പോൾ അതൊരു കരിയാനും പാടില്ല. അതിന് മുമ്പായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും വറുക്കുമ്പോഴത്തേക്കും കരിയുന്നതിന് മുമ്പായിട്ടുള്ളൊരു കരുപ്പായിട്ട് വരില്ലേ, അങ്ങനെയുള്ളൊരു ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയിട്ട് എണ്ണ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരുമാതിരി മണ്ണിൽ നമ്മൾ എടുക്കത്തില്ലയോ, അതുപോലെ ഉള്ള ഒരു മണ്ണിൻ്റെ തരിതരിപ്പ് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിളം പച്ച കളറിലുള്ള ഒരു എണ്ണയാണ്. അതിന് ശേഷം ഇത് നമുക്ക് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇതിനിപ്പോൾ തണുക്കാൻ വയ്ക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലോ ജാറുകളിലോ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാം. കുറേശ്ശെ എടുത്ത് നമുക്ക് വേദനയുള്ള സമയത്തോ അല്ലാതെ ഡെയിലി നിങ്ങൾക്ക് എവിടെയെങ്കിലും നടുവേദനയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കൈവേദനയോ കാലുവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാൽമുട്ടിലോ എല്ലാം നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണിത്. ഇത് നിങ്ങളെല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീടുകളിൽ പറമ്പുകളിൽ ഈ കരിനച്ചിയും ചങ്ങലമ്പരണ്ടയും എല്ലാം ഉണ്ടെങ്കിൽ ചങ്ങലമ്പരണ്ട മാത്രമായിട്ട് വേണമെങ്കിലും ഈ എണ്ണ ഉണ്ടാക്കാം. കരിനച്ചി നീരൊക്കെ വലിയുന്നതിന് വളരെ നല്ല ഒരു ഔഷധമാണ്. അതുകൊണ്ട് കരിനച്ചിയും കൂടി ഇട്ടത് ചങ്ങലമ്പരണ്ട മാത്രം ഇട്ടാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള മരുന്നുണ്ടാക്കി വീടുകളിൽ വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഹോം റെമഡിയാണിത്. നല്ല ഇതായിട്ടുണ്ട്. അടച്ചു വെക്കരുത്. ആറാനായിട്ട് നമ്മൾ ഇത് പിന്നെ ഇങ്ങനെ തുറന്ന് തന്നെ വയ്ക്കുക. കുറച്ച് നേരം തുറന്ന് വയ്ക്കുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം.